ഇന്നലെ ഒരു 9:30 ആയി കാണും. അപ്പം മേളത്തെ വീട്ടിൽ അവിടെ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ശ്രുതി എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ട്. അവിടെ ഒരു വ്യക്തി വന്ന് വെള്ളം ചോദിച്ച് വെള്ളം എടുക്കാൻ തിരിഞ്ഞപ്പോൾ പറഞ്ഞ് വെള്ളം വേണ്ട, ഇത് ഇവിടോട്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ഷോപ്പർ ആ പടിയെ വെച്ച്. ബിഗ് ഷോപ്പർ വെച്ചിട്ട് അപ്പോൾ ആ ബിഗ് ഷോപ്പർ അനങ്ങിയപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളത്തുണി പൊതിഞ്ഞ ഒരു കുഞ്ഞായിരുന്നു. കറുത്ത പൊട്ടൊക്കെ തൊടിയിച്ച് അത് കണ്ടതാണ്. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ഇത് കണ്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ബിഗ് ഷോപ്പർ അടുത്തങ്ങ് പോവുകയും ചെയ്തു. പിന്നെ അന്വേഷിച്ച് ഇവിടെല്ല, പക്ഷെ പിന്നിട്ട് കണ്ടതുമില്ല. ഞാൻ അടുത്ത വീട്ടിൽ ഗ്യാസിൻ്റെ കാര്യം പറയാൻ അങ്ങോട്ട് പോയപ്പം പിന്നെ അതിൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനെ വിളിച്ച്. അപ്പോൾ മോൻ എന്നെ വിളിച്ച്. ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ അത് ഗർഭിണിയായിരുന്നു. അപ്പോൾ അതിനും പേടിയായി. പെട്ടെന്ന് തന്നെ നമ്മൾ അത് ഞങ്ങളോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചു, പക്ഷേ ഇവിടെയൊന്നും പിന്നെ കണ്ടില്ല. അന്നേരം തന്നെ അന്വേഷിച്ച് വാർഡ് മെമ്പറൊക്കെ വന്ന് അന്നേരം തന്നെ എല്ലാവരും അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. വാർഡ് മെമ്പറെ അറിയിച്ച്, പോലീസിലും അറിയിച്ച്, പെട്ടെന്ന് തന്നെ എല്ലാവരും എത്തി. പക്ഷെ ഒരു വണ്ടിയിലാണോ വന്നതെന്ന് ഇപ്പം നമുക്ക് സംശയമുണ്ട്. കാരണം പെട്ടെന്ന് അവരിവിടുന്ന് പോയി. ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് വന്നത്. അപ്പോൾ കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാനെ കൊണ്ട് ഇവിടെ പൂട്ടിയിരിക്കുമായിരുന്നു ഫ്രണ്ട് വശം. അപ്പോൾ തുറന്ന് അകത്ത് കയറി വെള്ളം എടുക്കാൻ നേരം അവർ പറഞ്ഞു വെള്ളം വേണ്ട, വിഷേപ്പർ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വിഷേപ്പറിൽ നോക്കിയപ്പോൾ വിഷേപ്പർ അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ അനങ്ങുന്ന കണ്ടുകൊണ്ടാണ് നോക്കിയത്. അന്നേരം അതിൽ കുഞ്ഞ് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്, തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ മഞ്ഞ ചുരിദാറായിട്ടിരുന്നേ, പച്ചപ്പുള്ളികളുടെ ചുരിദാർ. അന്നേരം അവർ പറഞ്ഞു വെള്ളം വേണ്ട, ഇത് നോക്കി വിഷയപ്പുറം ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ വെച്ചോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ വെക്കണ്ട, കുഞ്ഞാന്ന് കണ്ടപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. അന്നേരം ആൾക്കാരൊക്കെ വന്നു, മെമ്പർ വന്നു, പോലീസ് വന്നു. ഞാനൊരു കൂടുതലല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ സുധി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ട്, ഇതുപോലെ അവിടെ തന്നെയുള്ള അവിടെ ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നു. അവരൊന്ന് വെള്ളം ചോദിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പിന്നെ വെള്ളം തരാൻ വേണ്ടി. ചേച്ചി അകത്തോട്ട് കയറി പോയപ്പോഴത്തേക്കിന് ഒരു സഞ്ചി അവിടെ വെക്കാൻ തുടങ്ങി. അപ്പോൾ സഞ്ചിയിൽ എന്തോ ഒരു അനക്കം കണ്ടുകൊണ്ട് പുള്ളിക്കാരി ശ്രദ്ധിച്ചു. എന്തുവാണെന്ന് അറിയാൻ വേണ്ടി സഞ്ചി ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ വെള്ള തുണി പൊതിഞ്ഞൊരു കുഞ്ഞ്, അത് ഒരുക്കി പൊട്ടൊക്കെ തൊടിയിച്ചൊരു കുഞ്ഞ്. പെട്ടെന്ന് അത് ചേച്ചിക്ക് അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ വേറൊന്ന് പിന്നെ തോന്നിയതൊന്നുമല്ല, കുഞ്ഞിനെ ചേച്ചി കണ്ടതാണ്. ചേച്ചി 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ചേച്ചി പെട്ടെന്ന് പാനിക്കായി, പേടിച്ചു പോയി പുള്ളിക്കാരി. ആരും ഇല്ലല്ലോ, കാരണം ഈ നാട്ടുകാരും അല്ല, അവരിവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുക. അങ്ങനെ എന്തുകൊണ്ടാ ഇന്ന പോലെ സ്ത്രീ വന്നൊരു കുഞ്ഞിനെയും കൊണ്ട് വന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ സംഭവം അപ്പോഴത്തേക്ക് കുറച്ച് നേരം ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറേ പേരെയൊക്കെ വിളിച്ച ആൾക്കാരെല്ലാം ഈ നാട്ടിൽ മൊത്തം വണ്ടിയിലെല്ലാം നടന്ന് തപ്പി, മെമ്പറെ വിളിച്ചു പറഞ്ഞു, പോലീസുകാരെ വിളിച്ചു പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് പിന്നെ CCTV ചെക്ക് ചെയ്തിട്ടും അങ്ങനെ